ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ കണ്ടല്ലോ ഞാനൊരു മത്തങ്ങയും കുറച്ച് പച്ചമുളകൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മത്തങ്ങ കറിയാണ് വെക്കാൻ പോകുന്നത്. ഈ ചാനൽ ഇതിനു മുമ്പ് ഒരു 1.5 ലക്ഷം പേരോളം കണ്ട ഒരു വീഡിയോ ഉണ്ട് ഒരു മത്തങ്ങ കറിയുടെ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മത്തങ്ങ കറിയാണ്, തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നാടൻ മത്തങ്ങ കറിയാണിതും. നേരത്തെ വെച്ചിട്ടുള്ള ആ മത്തങ്ങ കറിയുടെ വേറൊരു വേർഷനാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ഇടത്തരം പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഇതും നന്നായിട്ട് നമുക്ക് കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റാം. കൂടെ നമുക്ക് പച്ചമുളകും കൂടെ കഴുകി അരിഞ്ഞ് ആ കുക്കറിലേക്ക് ഇട്ട് വെക്കാം. മത്തങ്ങക്കറി ആകുമ്പോൾ അറിയാമല്ലോ, ഇത്തിരി മധുരമൊക്കെ കാണും. ഈ മത്തങ്ങയുടെ ഒരു മധുരം കാണും. പിന്നെ ഓരോ പലതരത്തിലുള്ള മത്തങ്ങ കിട്ടില്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മധുരവും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കറിക്ക് ആവശ്യത്തിനുള്ള എരിവെന്നുള്ള രീതിയിൽ വേണം പച്ചമുളക് ചേർക്കാൻ. അപ്പം മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി പച്ചമുളക് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇത്തിരി അധികം തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്, ഇത്തിരി എരിവ് കിട്ടാൻ വേണ്ടി. വേറെ എരിവിനുള്ളത് നമ്മളൊന്നും ചേർക്കുന്നില്ല. ഇത്രയാക്കിയിട്ട് നമുക്ക് ഈ കുക്കർ അങ്ങ് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പരിപ്പാണ്. നമുക്ക് 1 കപ്പ് പരിപ്പ് എടുക്കാം. എന്നിട്ട് കഴുകിയെടുത്ത് അതും കൂടെ നമ്മുടെ ഈ മാറ്റി വെച്ച് കുക്കറിൻ്റെ അകത്ത് നമ്മൾ സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. ഇവിടെ ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ മത്തങ്ങയും പരിപ്പും കൂടെ ഒന്നിച്ചാണ് വേവിച്ചേക്കുന്നത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വിസിലിൽ തന്നെ ഈ മത്തങ്ങയും പരിപ്പും പെട്ടെന്ന് വെന്ത് കിട്ടും. പരിപ്പിന് ഒത്തിരി വേവലിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പരിപ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒന്ന് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ട് മത്തങ്ങ സെപ്പറേറ്റ് വേവിച്ചെടുത്ത് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചോണം. ഈ പരിപ്പ് വേവൽ കൂടുതൽ ഉള്ള പരിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണേ. ഇനി അരപ്പ് പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ പറയാം. 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകപ്പൊടി അല്ല ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ ഉള്ളി, പിന്നെ 2 വെളുത്തുള്ളിയുടെ കഷ്ണങ്ങൾ. ഇത്രയും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അത് അരയ്ക്കുന്ന സമയത്ത് നമ്മളുടെ കുക്കറിൽ നമ്മൾ സാധനങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് വെന്തു. ഇതിൻ്റെ അത് മിനിമം എമൗണ്ട് വെള്ളം ഒഴിച്ചാൽ ഞാൻ വേവിച്ചത്, അത് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്നെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിക്കുകയാണെങ്കിൽ വെന്ത് പോവും. അതുകൊണ്ട് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ചത് ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ അരപ്പൊക്കെ കഴുകിയ മിക്സിയൊക്കെ കഴുകി കുറച്ച് വെള്ളവും പിന്നെയൊക്കെ എല്ലാം കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് തിളക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേ അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ. ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രൂടെ ഒന്ന് കട്ടയാകും കേട്ടോ കറി. അന്നേരം ആ പരുവം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഫൈനൽ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ പരിപാടി. നമുക്കൊന്ന് ഇതിനെ ഒന്നുകൂടെ സ്വാദൊന്ന് കൂട്ടിയെടുക്കുന്ന പരിപാടി നമ്മളുടെ താളിച്ച് ചേർക്കുക. അതിന് സാധാരണ നമ്മൾ ചെയ്യുന്നത് പരിപാടി തന്നെ. നമ്മുടെ കടുകും ഉള്ളിയും കറിവേപ്പിലയും ഇത്തിരി വറ്റൽമുളകും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുക്കുക. നല്ല അടിപൊളിയാണ് സംഭവം. നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നമുക്ക് നല്ലതായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ഒരു കറി മാത്രം മതി. ഇനിയിപ്പം കൂടുതൽ ആർഭാടമാക്കണമെങ്കിൽ വേണമെങ്കിൽ ഒരു ഉണക്കമീനോ വല്ലതും ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇനി ഈ കറി വെച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പം ഇനിയും മറ്റു വീഡിയോകളുമായി കാണാം. അതുവരേക്കും ബൈ.